കൺട്രോളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സബ്ജക്റ്റിൽ ഫെയിൽ ഉണ്ടാവരുത്. പിന്നെ ഇറാസ്മസിൻ്റെ സ്റ്റഡീസിനെ പറ്റി ഇൻറ്റേൺഷിപ്പിനെ പറ്റി സവിത വരുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. അതിൻ്റെ പ്രൊസീജിയർ എന്തെങ്കിലും സംശയം ഉണ്ട് കോണ്ടാക്ട് ചെയ്യുക. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ലോക്കൽ ആളുകളുമായിട്ടെന്ന് വെച്ചാൽ ഇവിടുത്തുകാരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. നമ്മളൊരു ഗ്രൂപ്പ് മാത്രമായിട്ടല്ല, മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രം അങ്ങനെ ആവാൻ പാടില്ല. അവിടെയാണ് എന്ത് വരുന്നത്, നമുക്ക് ഓപ്പർച്യൂണിറ്റി കുറയുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് നോളജേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ വൈഡായിട്ട് ചിന്തിക്കുക. യൂറോപ്യൻ യൂണിയനാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആക്ച്വലി ഇപ്പം നമ്മൾ കോളേജിലൊക്കെ വരുമ്പോഴാണെങ്കിലും ഇപ്പം പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് അവരുടെയൊക്കെ പല രീതിയിലുള്ള നോളജ് നമുക്ക് കിട്ടും. ലൈക്ക് അവരുടെയൊക്കെ കൂടെ ഇടപഴകുമ്പോഴാണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസ് അങ്ങനേൻ്റെ അപ്പുറത്ത് വേറെ കുറേ കൾച്ചർ, അതൊക്കെ ഭയങ്കര വലിയ നല്ല എക്സ്പീരിയൻസ് ആണ്. സോ അതൊക്കെ ഈ ഇന്റർനാഷണൽ സ്റ്റഡീസിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മളെ കൂടെ ഉള്ളവരാണെങ്കിൽ വേറെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, UN ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് നോളജ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവർ നമ്മളിപ്പോൾ ക്ലാസ്സിലൊരു ഡിസ്കഷൻ നടത്തുകയാണെങ്കിലും അവരെ ഭാഗത്തു നിന്നുള്ള കുറേ കോൺട്രിബ്യൂഷൻസ് നമുക്കുണ്ട്. പിന്നെ നമ്മളെ പ്രൊഫസേഴ്സ് ആണെങ്കിലും അവരും അതേപോലെ, ഒരു പ്രൊഫസർ UN വർക്ക് ചെയ്ത ആളാണ്, അതും പ്രത്യേകിച്ച് മറ്റേ ഡിസബിലിറ്റീൻ്റെ ഇതിൽ വർക്ക് ചെയ്തു. പിന്നെ ഒരാൾ ചൈൽഡ് വെൽഫെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അവർക്ക് ഇത് ഒരു ലെക്ചർ അല്ലെ പ്രൊഫസർ എന്നുള്ളതിൽ നിന്നുപരി വേറെ കുറേ കാര്യങ്ങൾ, പ്രാക്ടിക്കൽ നോളജ് നമുക്ക് തരുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കാം, നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്ക് എവിടെ കൊടുക്കാം, എങ്ങനെ കൊടുക്കാം, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇവർ പഠിപ്പിക്കുന്ന ആളുകൾ അവർ ജസ്റ്റ് അധ്യാപകർ മാത്രമല്ല, ദേ ആർ ഹൈലി പ്രൊഫഷണൽസ് ഓൾസോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. നമ്മളിപ്പം ക്ലാസ്സിൽ എന്ത് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ, അതായത് ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നമ്മളത് ഒരുപാട് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇവിടുത്തെ ഈ മോഡൽ സിസ്റ്റം ഒക്കെ ആയിട്ട് അഡാപ്റ്റ് ആയോ? തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഓക്കെ ആയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ സ്റ്റഡി സിസ്റ്റമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് ഇവിടെ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട്. തുടക്കത്തിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, എന്തും നമുക്ക് പറയാം. നാട്ടിലത്തെ പോലെയുള്ളൊരു ചെറിയ പേടിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒന്നുമല്ല. സോ അതൊക്കെ ഒരു വലിയ ബെനിഫിറ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ആയിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഭയങ്കര അപ്ഡേറ്റഡ് ആണ് ഇവിടുത്തെ ഫാക്കൽറ്റീസും സ്റ്റുഡൻസൊക്കെ. അതൊക്കെ ഭയങ്കര വലുത്. അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ ഇപ്പോഴും പഴയ സിസ്റ്റം ഫോളോ പഴയ തിയറീസ് പഠിക്കുക നമ്മൾ. പക്ഷെ അവർ ഇപ്പോഴും പുതിയ അപ്ഡേറ്റഡ് സാധനങ്ങളാണ് പഠിക്കാൻ നല്ലൊരു നല്ല യൂറോപ്യൻ സ്റ്റഡീസ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റഡി സിസ്റ്റവും എല്ലാം സിലബസും ഒക്കെ ഭയങ്കര നമുക്ക് പറ്റുന്നതാണ്. അതായത് എല്ലാം കുറേ ബുദ്ധിമുട്ടുള്ളതല്ലെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നോളജും കിട്ടും. സോ കുറച്ചുകൂടെ ലോജിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള സാധനം കിട്ടും. പിന്നെ ഈ റിട്ടേൺ പേപ്പറുകൾ കുറവായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരുപാട് സാധനം ഇങ്ങനെ ആലോചിച്ച് വെക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പം ജസ്റ്റ് നമ്മളൊരു സ്ഥലത്ത് കയറി ചെന്നിട്ട് എന്ത് ചെയ്യാം എന്നുള്ള ആ സാധനം മതി. ഞാൻ 2013 വരുന്ന സമയത്ത് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലെ MA ഹിസ്റ്ററിക്ക് ആയിരുന്നു. അത് നമ്മൾ എൻട്രൻസൊക്കെ എഴുതി കിട്ടിയിട്ടില്ല. അപ്പോൾ അന്ന് അവിടെ അത് പഠിക്കുന്ന സമയത്ത് ഞാൻ വിഷ്ണു സാറും ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ശരി ഇത് എവിടെ പോയാൽ നിൽക്കുന്നൊരു പിടുത്തില്ല. അപ്പം ഇത് ഇവിടെ വന്നു 13 ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ നമ്മളിങ്ങനെ ഒരു പുതിയ ലോകത്ത് വന്ന ഒരു ചെറിയ കൊച്ചിൻ്റെ അവസ്ഥയില്ല. കമ്പ്യൂട്ടർ വേണം, ലാപ്ടോപ്പ് വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പ്രസൻറ്റേഷൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇവിടത്തുകാർ പഠിക്കുമ്പോഴേ കമ്പ്യൂട്ടറും ഐപാഡും കൊണ്ടാണ് നടക്കുന്നത് പിള്ളേർ. നമ്മൾ പവർ പോയിന്റ് ഒക്കെ ചെയ്തൊന്ന് വരുന്നതിന് ഏത് കാലഘട്ടത്തിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊക്കെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. ആ വന്ന സമയത്തൊക്കെ 4 മണിക്കൂർ 4.5 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ പിന്നീട് ഇപ്പം നിങ്ങൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ് എന്നേക്കാളൊക്കെ. അപ്പം നമ്മളത്ര ഇതായി. പക്ഷേ അന്നത് ചെയ്തതുകൊണ്ട് നമ്മളത് ഗിവപ്പ് ചെയ്യാതിരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ഒപ്പത്തിന് എത്താൻ പറ്റി. അപ്പം നിങ്ങൾക്ക് റിസർച്ച് മെത്തഡോളജി ഉണ്ട് ഇല്ലേ? ഈ റിസർച്ച് മെത്തഡോളജി എന്താണ്? SPSS, ഡോക്യുമെന്റ്സ്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, അതെല്ലാം എക്സ്ക്യൂഡിയ ഒക്കെ ഉണ്ടോ? പറഞ്ഞിട്ടില്ല. SPSS പറഞ്ഞിട്ടുണ്ട്, നമുക്കത് കഴിഞ്ഞ മാസ്റ്ററിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ നിരവധിയായിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ എക്സ്പെർട്ട് ലെവൽ എവിടെയാണ് മനസ്സിലാവുന്നുണ്ടോ? നാട്ടിലുള്ള ആളുകളുടെ എക്സ്പെർട്ട് ലെവലും നമ്മുടെ എക്സ്പെർട്ട് ലെവലും ഭയങ്കര വ്യത്യാസമാണ്. നിങ്ങൾ MSW നാട്ടിൽ പഠിക്കുന്ന സമയത്ത് ഫീസ് ഉണ്ടായിരുന്നോ? എത്ര ഉണ്ടായിരുന്നു? നമ്മളത് സെൽഫ് ഫിനാൻസ് ആയിരുന്നു കോഴ്സ്. അപ്പം എത്രയായിരുന്നു? 70 സംതിങ്, അറൗണ്ട് ഒരു 3 lakh എന്തായാലും വരും. ഒരു വർഷമോ
അത് 2 വർഷം. പിന്നെ അക്കോമഡേഷനും ഫുഡും എല്ലാം കൂടെ ആകുമ്പോ ഈ എമൗണ്ട് ഒക്കെ തന്നെ ആയി അല്ലേ? സ്കോളർഷിപ്പ് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇല്ല, ഒന്നുമില്ല, എല്ലാം അങ്ങോട്ട് വൺ സൈഡ്. അപ്പം സ്റ്റുഡൻസും പേരൻസും ഒക്കെ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കാനായിട്ടാണെങ്കിൽ സ്കോളർഷിപ്പ് വാങ്ങിച്ച് പഠിക്കാനും അക്കാദമിക്കലി ബിൽഡപ്പ് ചെയ്യാനും ഒരുപാട് ഇൻ്റർനാഷണൽ എക്സ്പോഷർ ലഭിക്കുവാനും അതുവഴി ഒരു കരിയറിലേക്ക് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾ പ്രൈമറി ഇവിടെ എങ്ങനെയെങ്കിലും വന്ന് പാർട്ട് ടൈം ഒക്കെ ചെയ്ത് ചാടി നടക്കാമെന്ന് വിചാരിച്ച് ഇതൊന്നും നടക്കത്തില്ല. കരിയറിന് ഫോക്കസ് കൊടുക്കുന്ന ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിബിളാണ്. സോ യു ആർ മോസ്റ്റ് വെൽക്കം ടു കോൺടാക്ട് മീ ആൻഡ് വിഷ്ണു സാറ്. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് അത് ഗൈഡ് ലൈൻസ് പറഞ്ഞു തരും.